The figure shows a triangle and its circumcircle. ചിത്രത്തിൽ ഒരു ത്രികോണവും അതിന്റെ പരിവൃത്തവും കാണിച്ചിരിക്കുന്നു. Compute the diameter of the circle. വൃത്തത്തിന്റെ വ്യാസം കണക്കാക്കുക. Compute the length of the other two sides of the triangle. ത്രികോണത്തിന്റെ മറ്റു രണ്ട് വശങ്ങളുടെ നീളം കണക്കാക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രയാംഗിൾ തന്നിട്ടുണ്ട്. 1 മിനിറ്റ് പെൻ എടുക്കട്ടെ. ഓക്കേ. നമുക്ക് ഇവിടെ ഒരു ട്രയാംഗിൾ തന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡയമീറ്റർ കാണാനാണ് അഥവാ 2r കാണാനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട്. ഓക്കേ, ഒരു ആംഗിൾ, മൂന്ന് ആംഗിൾ തന്നിട്ടുണ്ട്, അതിലൊരു ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? 2r sin a by a equal to ab എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തൂടെ അല്ലേ? അപ്പോൾ 70 ന് ഓപ്പോസിറ്റുള്ള സൈഡ് 4 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? 2r sin 70 equal to 4 എന്ന് എടുക്കാം. ഓക്കേ, ഇനി നമുക്ക് വാല്യൂസ് കൊടുക്കാം. sin 70ന്റെ വാല്യൂ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ടേബിൾ നോക്കിയിട്ട് നമുക്ക് കൊടുക്കാം. എക്സാമിന് നമുക്ക് ആ വാല്യൂസ് ഒക്കെ ബ്രാക്കറ്റിൽ തരും ക്വസ്റ്റ്യന്റെ കൂടെ ട്ടോ. അപ്പോൾ 2r into 0.94 equal to 4 എന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 2rന്റെ നീളമാണ്. കാരണം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഡയമീറ്റർ ആണ്, റേഡിയസ് അല്ല ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഡയമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2r ആണ്. അപ്പോൾ ഈ 0.94നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഓക്കേ, അതിപ്പുറം വന്നപ്പോൾ എന്തായി? ഹരിക്കാനായി. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സംഖ്യ ഉണ്ട്. അപ്പോൾ രണ്ടും എടുത്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. താഴെയും മേലെയും എന്ത് ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. അപ്പോൾ 4നെ 100 ഗുണിക്കുമ്പോൾ 400 കിട്ടും. 0.94നെ 100 ഗുണിക്കുമ്പോൾ 94 കിട്ടും. ഇനി 400നെ 94 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 4.25 എന്ന് കിട്ടും. ഓക്കെ, 400നെ 94 ഡിവൈഡ് ചെയ്യുക. നമുക്ക് നോക്കാം. 400 ഹരിക്കണം 94, 4 പ്രാവശ്യം വരും. 4 16 ഇഷ്ടം 1, 36 1 37. ഓക്കെ, 4 16, 4 36 1 30. 10 6 പോയാൽ 4 കിട്ടും. ദെൻ 9 7 പോയാൽ 2 കിട്ടും. ദെൻ ഇവിടെ 3 വരും. 3 3 പോയാൽ 0. ഇനി എക്സ്ട്രാ ഒരു 0 കൊടുക്കണം. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഒരു പോയിന്റ് കൊടുക്കണം. ഇനി 294, 294 4 4 8 9 18. 10 8 പോയാൽ 2 കിട്ടും. ഇവിടെ 3 ആണ്. 13 8 പോയാൽ 8 5 5 കിട്ടും. ദെൻ ഒരു 0 കൂടി കൊടുക്കുക. ദെൻ 520 5 പ്രാവശ്യം വരും. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സംഖ്യ മതി. അപ്പോൾ 4.25. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ മറ്റ് രണ്ട് വശങ്ങൾ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയമീറ്റർ കിട്ടി 4.25. ഇനി കമ്പ്യൂട്ട് ദ ലെങ്ത് ഓഫ് ദ അതർ ടു സൈഡ്സ് ഓഫ് ദ ട്രയാംഗിൾ. ത്രികോണത്തിന്റെ മറ്റ് രണ്ട് വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാനാണ്. നമുക്ക് ഡയമീറ്റർ കിട്ടി. ഇനി നമ്മളുടെ ഇക്വേഷനിൽ കൊടുത്താൽ പോരെ? നേരത്തെ sin 70 എടുത്തതിന് പകരം sin 60 എടുത്താൽ മതി അല്ലെ? അപ്പൊ 2r sin 60 equal to ac. അപ്പൊ 2rന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. sin 60യുടെ വാല്യൂ നമുക്ക് ടേബിളിൽ തരും, അല്ലെങ്കിൽ നമുക്ക് √3/2 കൊടുക്കാം, ഏതും ചെയ്യാം ട്ടോ. അപ്പൊ 4.25 into 0.86. 4.25ന് 0.86 ആയിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ പോയിന്റ് കളഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട്? 1 2 3 4 സംഖ്യ ഉണ്ട്. ശരിക്കും നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 0 കൂടിയും കിട്ടും. കാരണം 6 5 30. ഓക്കെ, പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ദെൻ പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 3 4 നമ്പർ ഉണ്ട്. അപ്പൊ 4 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ 3.655 എന്ന് കിട്ടും. അപ്പൊ എ സിയുടെ നീളം കിട്ടി എത്രയാ? 3.655. അതിനെ റൗണ്ട് ചെയ്താണ് നമുക്ക് 3.6 എന്ന് പറയാം. ഇനി അടുത്തത് 2r sin 50 equal to bc. bc കാണാൻ 2rന്റെ വാല്യൂ നമുക്കറിയാം 4.25 ആണ്. sin 50 0.76 എന്ന് കൊടുത്തു. ഇതും അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് 4 സംഖ്യ ഉണ്ടാവും. 4.25 ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സംഖ്യകൾ എന്തായിട്ട് വരും? 0 ആയിട്ട് പോകും. അപ്പോൾ 3.23 എന്ന്. പോയിന്റ് കളഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ 3.23 എന്ന് കിട്ടും. ബിസിയുടെ നീളം 3.2 കിട്ടിയില്ല. അപ്പൊ എങ്ങനെയാണ് ഒരു രണ്ട് സൈഡ് കാണുന്നതും അതിന്റെ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സൈഡുകൾ കണ്ടുപിടിക്കാം.